ഇത്ര സമയം പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിഹായ സൽക്രമമാക്കട്ടെ. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാ? ഇല്ല. കും എല്ലാവരും ഒന്ന് നേറ്റ പെണ്ണുങ്ങൾ എണിക്കണ്ട. ജസ്റ്റ് ഒന്ന് ദ്വാരക്കാൻ പോവാ. ജിരിസ് അല്ലാ, വലിയൊരു പ്രഭാഷണ മഴ തന്നെയാണ് രണ്ടാളുടെയും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി നല്ലോണം ദ്വാരക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെ നല്ല ആരോഗ്യവും ആഫിയത്തും വേണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയർമാനെ തിരഞ്ഞെടുത്തു. സുൽഫിക്കർ അലിയാണ് ഞങ്ങളുടെ ചെയർമാനായിട്ട് കർണാടകത്തിൻ്റെ തീരുമാനിച്ചു. അയാൾ ഇന്ന് വരുമായിരുന്നു. പക്ഷെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ഒരു ക്ഷണം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ടിക്കറ്റ് എടുത്ത് എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു. എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. നല്ല ജമ്മുവായിട്ട് സഹകരിക്കുന്നതാണ്, മംഗലാപുരമായിട്ട് വലിയ ബന്ധമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ അൽഹംദുലില്ലാ ഇപ്പോൾ കഴിഞ്ഞ ഹജ്ജോട് കൂടെയാണ് ഞാൻ മെമ്പറായി വരുന്നത്. അതിൻ്റെ ശേഷം അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് മഹാന്മാരായിരിക്കും. ഇപ്പോൾ അദ്ലഞ്ച ഇപ്പോൾ എനിക്ക് പുറത്തുനിന്ന് ഫോൺ ചെയ്തു, തങ്ങളെ എനിക്ക് നന്നായിട്ട് വിഷമോടി ഇരിക്കാൻ കഴിയുന്നില്ല, തങ്ങളെ പൊരുത്തമുണ്ടെങ്കിൽ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് വേണ്ടി ഇത് വരക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ബാബക്ക അബൂബക്കർ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇവരൊക്കെ ഈ ഹജ്ജിന് വേണ്ടി ഓടി നടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, സത്യത്തിൽ ഒരു സ്റ്റേജിൽ 1 മണിക്കൂർ ഞാൻ അടുത്ത കാലത്തൊന്നും ഇരുന്നിട്ടുണ്ടാവില്ല. 1 മണിക്കൂർ സമയം, എത്ര വലിയ സ്റ്റേജാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരുന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെക്കാൾ എത്രയോ പ്രായമുള്ള ആളാണ് ഇവരൊക്കെ. അപ്പോൾ അവരിരിക്കുന്നതിന് എനിക്കിരിക്കുന്നതിനെന്താ? അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. നിങ്ങൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാരക്ക്. വലിയൊരു അത്ഭുതവും വലിയൊരു സന്തോഷവുമാണ് നമുക്ക് ഹജ്ജിനുള്ള സ്ഥലം ഗവൺമെൻറ് അനുവദിച്ചെന്ന് ഈ വർഷത്തിൽ. അതിന് പുറമെ ഹജ്ജ് കെട്ടാനുള്ള തുകയും അനുവദിച്ചു. അത് പാസ്സാക്കി ഒപ്പിട്ട് കഴിഞ്ഞു മിനിസ്റ്റർ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയോ പിന്നത്തെ ആഴ്ചയോ വന്നിട്ട് അതിന് ശിലാസ്ഥാപനം നിർവഹിക്കും. അതിനിടക്കാണ് നമ്മുടെ ഇനായത്തലി, ഞാൻ ഈ പരിപാടിക്ക് വിളിച്ചിരുന്നു. ഇനായത്തലി അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പേരിൽ വലിയൊരു സ്ഥലം ബജിപ്പയിൽ നമുക്ക് ദാനമായി തന്നത്. ഇങ്ങനെ നല്ല ഒരു സുമുഹൂർത്തത്തിലാണ് ഈ മംഗലാപുരത്തുള്ള നമ്മളൊക്കെ ഇപ്പം നിൽക്കുന്നുള്ളത്. അൽഹംദുലില്ലാ. ഈ ഉമ്മമാരൊക്കെ ദുആ ചെയ്യണം, ഉപ്പമാർ ദുആ ചെയ്യണം, സഹോദരിമാരൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു എല്ലാം കബൂലാക്കുമാരാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل وسلم على رسولك سيدنا المصطفى محمد وعلى آله وأصحابه وأزواجه وذريات سيدنا ومولانا محمد. أرحم الراحمين يا الله. ഈ ഇരിക്കുന്ന ഞങ്ങളൊക്കെ നിന്റെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി തയ്യാറായവരാണ് റഹ്മാനെ. എത്ര ഒരുങ്ങി തയ്യാറായിട്ടും ഞങ്ങളെ ഖൽബ് ശുദ്ധിയായിട്ടില്ല അല്ലാഹുവേ. ഞങ്ങൾ നിന്റെ ഹജ്ജിന് പോകുന്നത് പേരിനോ പ്രശസ്തിക്കോ വേണ്ടി അല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായി കണക്കാക്കപ്പെട്ട ഹജ്ജ്, അല്ലെങ്കിൽ അതിലധികം ഹജ്ജ് ചെയ്യുന്നത് അല്ലാഹുവേ നിന്റെ കഅബാലയത്തിൽ പോയി നിനക്ക് വേണ്ടി, അല്ലാഹുവേ നിനക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഉമ്മ പെറ്റ കുഞ്ഞിയെ പോലെ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളാരുടെയും ഹജ്ജ് കബൂലാക്കാതിരിക്കരുതേ അല്ലാഹുവേ. ആരോഗ്യ പ്രശ്നം ഞങ്ങൾക്കൊക്കെ ഉണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജ് മുഴുവനും വലിയ ആരോഗ്യപരമായി ചെയ്യേണ്ടുന്ന വിഷയമാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ സിഹത്ത് നൽകണേ സിഹത്ത് നൽകണേ എല്ലാ ഹജ്ജിൻ്റെ അമാലുകളും അത് പരിപൂർണമായ നിലക്ക് ചെയ്യാനുള്ള താക്കത്ത് ഞങ്ങൾക്ക് നൽകണേ ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ എല്ലാം, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സ്വത്തുകൾ, ഞങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ട് നിന്നിലേക്കാണ് റബ്ബേ ഞങ്ങൾ വരുന്നത് അല്ലാഹുവേ. ആ സമയത്തും ഞങ്ങളെ ഖൽബ് ഞങ്ങളുടെ ദുന്യാവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് റബ്ബേ. ആ ഖൽബിൻ്റെ ബന്ധം നീ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ അല്ലാഹുവേ. ഈ ദുന്യവുമായി വല്ലാതെ രൂഢമൂലമായി ഞങ്ങളെ ഖൽബ് പൂണ്ടുപിടിച്ചിരിക്കുകയാണ് ആ ഖൽബിയായ ബന്ധം കുറച്ച് അല്ലാഹുവേ നിന്നിലേക്കുള്ള ബന്ധം നീ ഏറ്റിത്തരണേ നീ ഏറ്റിത്തരണേ നീ ഏറ്റിത്തരണേ മസീഹുദ് ദജ്ജാൽ എന്ന് പറയപ്പെടുന്ന ഈ മൊബൈൽ അല്ലാഹുവേ ഞങ്ങളെ സർവസ്വവും അത് നാശപ്പെടുത്തുകയാണ് റബ്ബേ. ഞങ്ങളുടെ ഉറക്കവും ഉണർച്ചയും മുഴുവനും നിന്റെ ശൈത്താനിയത്തിലായി കഴിയുന്നു റഹ്മാനെ.
അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ. ഖുർആൻ ഓതാനുള്ള സന്മനസ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഖുർആനോടുള്ള ലസ്സത്ത് ഞങ്ങളെ ഖൽബിലേക്ക് നീ ഇട്ട് നൽകണേ അല്ലാ. അല്ലാഹുവേ 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 നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്ത്, നന്നായി സുന്നത്തുകളെടുത്ത്, നന്നായി ദിക്ർ ചൊല്ലി, നന്നായി സ്വലാത്ത് ചൊല്ലി അല്ലാഹുവേ നിന്നിലേക്ക് മുഖറബാകാനുള്ള തൗഫീക്ക്, നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ഉസ്താദുമാർക്ക് വലിയ ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ദീനിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഈ നാട്ടിലും മറുനാട്ടിലുമൊക്കെ ഞങ്ങളുടെ ഇസ്സത്ത് നശിപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ അടിച്ചേൽപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദീനും ശരീഅത്തും ഈ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നീ നിലനിർത്തണേ അല്ലാ. അതിൻ്റെ ഒരു പോറലും നീ ഏൽപ്പിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് അവരെ എതിർക്കാൻ കഴിയില്ല അല്ലാ. ഞങ്ങൾ ബലഹീനരാണ് റബ്ബേ, ഞങ്ങൾ ദുആഫായികളാണ് റബ്ബേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ് റബ്ബേ, ഞങ്ങൾ പാപികളാണ് റഹ്മാനെ. അല്ലാഹുവേ എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ വളരെ ന്യൂനപക്ഷമാണ് റബ്ബേ, ഞങ്ങൾ വളരെ അബലരാണ് റബ്ബേ. അല്ലാഹുമ്മ ഇസ്സനാ, അല്ലാഹുമ്മ ഇസ്സനാ, اللهم اعزنا اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. റഹ്മാനായ റബ്ബേ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ഈ ഇരുത്തം നീ സ്വീകരിക്കണേ അല്ലാ, ഈ എല്ലാ പ്രവൃത്തിയും നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഹജ്ജിന് വേണ്ടി ഖിദ്മത്തിന് വേണ്ടി തയ്യാറായ ധാരാളം മുഅ്മിനീങ്ങളും ഖാദിമീങ്ങളും ഉണ്ട് റബ്ബേ. അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല അല്ലാഹുവിൻ്റെ നിന്റെ വജീഹ് മാത്രം പ്രതീക്ഷിക്കുകയാണ് അല്ലാ. അല്ലാഹുവേ അവർക്ക് വലിയ പ്രതിഫലം നൽകണേ അല്ലാ. ഈ ഹജ്ജ് ചെയ്ത അതേ ആ ഹജ്ജുമാരുടെ ആ ഹജ്ജിൻ്റെ പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ലാ, അവർക്ക് നീ നൽകണേ അല്ലാ, അവർക്ക് നീ നൽകണേ അല്ലാ. റബ്ബേ ശഅബാ മാസം വിട്ടുപിരിയാൻ പോവുകയാണ് റബ്ബേ. അടുത്ത് ഞങ്ങൾ വെൽക്കമാക്കുന്നത് പരിശുദ്ധ റമളാനാണ്. ആ റമളാൻ അതർഹിക്കുന്ന വിധത്തിൽ അതിനെ സ്വീകരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നോമ്പ് നോക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ, ഇബാദത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാ വിധത്തിലുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആരുടെ മുമ്പിലും ഞങ്ങളെ ഇസ്സത്ത് നീ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ ഫളീഹത്താക്കല്ല റഹ്മാനെ. അർഹമുർറഹീമായ റബ്ബേ ഈ ഹജ്ജ് സംബന്ധമായ ഹജ്ജ് സേവകൾ നടത്തുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ വലിയ ഇസ്സത്ത് നൽകണേ അല്ലാ, വലിയ തൗഫീക്ക് നൽകണേ അല്ലാ. വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ച് ഇന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ഈ പരിശുദ്ധമായ മാസത്തിൽ പരിശുദ്ധമായ ഒരു സദസ്സാണ് റബ്ബേ. മറ്റൊന്നും ആഗ്രഹിച്ച് മോഹിച്ച് വന്നവരല്ല അല്ലാ. നിന്റെ ഹജ്ജിന് പോകുന്ന ആളുകൾ അല്ലാഹുവേ നിന്നെ ഓർത്ത് വന്നവരാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫ നൽകണേ അല്ലാ. اللهم اشف امراضنا وامراض مرضانا وامراض من عاننا وامراض من عان مهائدنا واشفها كلها يا شافي الامراض أنت الشافي لا شفاء إلا شفاؤك لا يغادر سقما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضلك وجودك وكرمك يا أكرم الأكرمين ويا أرحم الراحمين. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇത്രയും ആളെ പ്രതീക്ഷിച്ചിരുന്നില്ല. 1000-ഓളം ഭക്ഷണങ്ങളാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ആർക്കെങ്കിലും